ശാന്തി. ഇന്ന് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തരാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ചോദ്യം എന്നല്ലേ? ഞാൻ എത്ര സ്നേഹിച്ചാലും എന്നോട് ഉപദ്രവിക്കുന്നവരാണ് എൻ്റെ വീട്ടിലുള്ള ആളുകൾ. എൻ്റെ അമ്മായിയമ്മ, അമ്മാനച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ വൈഫ്, എൻ്റെ ഹസ്ബൻഡ്, ഇങ്ങനെ റിലേഷനോ അഥവാ നിങ്ങളുടെ സിറ്റുവേഷനോ ഏതോ ആയിക്കോട്ടെ, പല രീതിയിൽ ചിലർക്ക് അവരുടെ സാമൂഹ്യ ജീവിതത്തിലാണ്, ചിലർക്ക് അവരുടെ പ്രൊഫഷണൽ ലൈഫിലാണ്, ചിലർക്ക് പേഴ്സണൽ ലൈഫിലാണ്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ നിരന്തരമായിട്ട് മറ്റുള്ളവരുടെ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ. ഇതൊക്കെ ഞാൻ എത്ര കാലം സഹിക്കണം? എങ്ങനെ ഈ അവസ്ഥയിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും? ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ ദുഃഖത്തിൻ്റെ കാരണങ്ങളാണ്. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ പലരും ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനൊക്കെ ഉത്തരമായിട്ട് ഒരു വരിയിലോ 2 വരിയിലോ അതിൻ്റെ ഉത്തരം കൊടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും കമൻസിൽ ഞാൻ തന്നെ സിമ്പിൾ ആൻസർ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ വെറുതെ ഞാനത് അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് പറയാനുള്ളതായിട്ടൊരു മറുപടി നിങ്ങളോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും മാത്രം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉത്തരമാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്ര കാലം മറ്റുള്ളവരുടെ പീഡനം നമ്മൾ സഹിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിരിക്കുന്ന പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും കൊടുക്കാത്ത എറിയാത്ത പന്ത് നമ്മുടെ അടുത്ത് തിരിച്ചു വരാറില്ല. ഒരു പക്ഷേ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ പന്ത് തിരിച്ചു വരാൻ സമയമെടുത്തേക്കാം. ഒരു ബൂമറാങ് ആണ് വലിച്ചെറിയുന്നെങ്കിൽ അത് വട്ടം കറങ്ങി തിരിച്ചെൻ്റെ അടുത്ത് എത്താനുള്ള സമയം എടുത്തിരിക്കാം എന്ന് കരുതിയിട്ട് ഈ വട്ടം കറങ്ങി വരുമ്പോഴത്തേക്കും അത് ഞാൻ എറിഞ്ഞതല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അത് നിരർത്ഥകമായിട്ടുള്ള വിചാരമാണ്. പക്ഷേ അതെൻ്റെ പാസ്റ്റായിരുന്നു. എൻ്റെ മുജ്ജന്മത്തിൽ അഥവാ കഴിഞ്ഞ കർമ്മങ്ങളിൽ ഞാൻ ചെയ്തു വെച്ചുപോയ തെറ്റ് ഇന്നെനിക്ക് ഫീൽ ചെയ്യുന്നു, അത് തെറ്റാണ്, എനിക്ക് മാറണം, എൻ്റെ സംസ്കാരം പരിവർത്തനപ്പെടണം, ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹിക്കുന്ന സമയത്ത് നന്നാവാൻ അനുവദിക്കാത്ത രീതിയിൽ ഇത്തരം സാഹചര്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരിക്കും അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളായിട്ട് പലരും ഇത്തരം ചോദ്യങ്ങൾ അറിയാതെയെങ്കിലും മനസ്സിൽ വന്നേക്കാം. ചിലർ ചോദിക്കും, ഈശ്വരൻ്റെ പരീക്ഷണശാലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വസ്തു ഭഗവാന് പരീക്ഷിക്കാനായിട്ട് എന്ന് ചോദിച്ചേക്കാം. എന്തു തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന വഴി എന്ത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് കഴിഞ്ഞു പോയതിനെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല, ഞാൻ എന്നെ തന്നെ പഴിക്കുന്നതിലും അർത്ഥമില്ല. പക്ഷേ ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇടാം, അഥവാ എനിക്ക് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയി, ഞാൻ ഇങ്ങനെയൊക്കെ മോശമായിട്ട് എല്ലാവരെയും പീഡിപ്പിക്കുന്ന ആളായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നായിരിക്കാം എൻ്റെ പാസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി. പക്ഷേ ഇന്ന് എൻ്റെ സിറ്റുവേഷൻസിനെ പോസിറ്റീവാക്കി മാറ്റാൻ, ഈ നെഗറ്റീവായിരിക്കുന്ന പ്രതിക്രിയകളെ ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടി ഏത് രീതിയിൽ ഞാൻ എൻ്റെ ഉള്ളിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ കർമ്മത്തിൽ, എൻ്റെ വിചാരത്തിൽ, എൻ്റെ സംസാരത്തിൽ എങ്ങനെയൊക്കെ ഞാൻ മാറ്റം കൊണ്ടുവരണം എന്ന് സ്വയം ഞാൻ എന്നോട് ചോദിക്കാൻ എനിക്ക് സാധിച്ചാൽ, ആ ഒരു മാറ്റം എൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തന്നെയാണ് വിദ്യ. പിന്നെ നമുക്ക് ആ ഒരു സഹനത്തിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും പീഡനങ്ങൾ 2 രീതിയിലാണ് സംഭവിക്കുക. ഒന്ന് ശാരീരികമായിരിക്കുന്ന പീഡനമായിരിക്കാം, മറ്റൊന്ന് ഭാവനാത്മകമായിട്ട് അഥവാ മാനസിക തലത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡകളായിരിക്കാം. ശാരീരികമായിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് അവനവനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ധർമ്മമാണ്. അതിന് വേണ്ടതായിരിക്കുന്ന രീതി ഏത് വേണമെങ്കിലും സ്വന്താക്കാം. ഒന്നുകിൽ നമുക്ക് നമ്മുടെ കുടുംബക്കാരുടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സപ്പോർട്ട് എടുക്കാം, പോലീസിൻ്റെ നിയമത്തിൻ്റെ സപ്പോർട്ട് എടുക്കാം. ഏത് രീതി വേണ്ടതായിരിക്കുന്ന സപ്പോർട്ട് എടുത്തുകൊണ്ടാണെങ്കിലും അവനവന് ശാരീരികമായ പീഡനങ്ങൾക്ക് അടിമയാവാതെ സ്വയം അവനവനെ സംരക്ഷിക്കാൻ വേണ്ടതായിരിക്കുന്ന രീതി ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യനും നമ്മൾ സ്വയം ചെയ്തിരിക്കേണ്ടതായിരിക്കുന്ന ധർമ്മം തന്നെയാണ്. അത് നമ്മുടെ കർമ്മം തന്നെയാണ്. അതിൽ അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, അവർ വിഷമിക്കോ, ഇവർ വിഷമിക്കേണ്ട കാര്യമില്ല. ശാരീരികമായ പീഡ സഹിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ശരീരത്തിന് എന്തെങ്കിലും തകരാറ് പറ്റി കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആർക്കും തിരുത്തി തരാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൈ ഒടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് വേണമെങ്കിൽ എല്ലിനെ വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് ശരിയാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ പൊട്ടിയ എല്ല് എന്നും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിന് ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ പൊട്ടുപറ്റിയതായിട്ടുള്ള എല്ലുകളെല്ലാം എന്നും അവിടെ പൊട്ടുന്നുണ്ട് എന്ന് നമ്മളെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ശാരീരികമായി. അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിന് കേടുകൂടാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഒരാൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ പീഡനമാകാത്ത രീതിയിൽ, പീഡനമേൽക്കാത്ത രീതിയിൽ
രീതിയിൽ ഏത് രീതിയിൽ പരിവർത്തനം കൊണ്ടുവരണമെങ്കിലും കൊണ്ടുവരാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങളുടെ ധർമ്മമാണ്. അത് നിങ്ങൾ ആ രീതിയിൽ സംരക്ഷിച്ചിരിക്കണം. ഇനി രണ്ടാമത്, മാനസികമായിട്ടുള്ള പീഡ. വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ച് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് കാണാതെ അകത്തുനിന്ന് കണ്ണീരിൻ്റെ അഥവാ ചോര കണ്ണുനീരായി വാർക്കുന്ന രീതിയിലുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിച്ച് വേദനിപ്പിക്കുമ്പോൾ അതിന് എന്താ ഒരു പോംവഴിയുള്ളത്? അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? അതാര് നമ്മളെ രക്ഷിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം അത് നമുക്കുള്ളത് തന്നെയാണ്, മറ്റൊരാൾക്കുമല്ല. മറ്റൊരാൾക്കും നമ്മളെ രക്ഷിക്കാനാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തു വെച്ചതായിരിക്കുന്ന കർമ്മമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിന് മാറ്റണമെങ്കിലും മാറണമെങ്കിലും അതിനുള്ള ഉത്തരവാദിത്വം ചെയ്യേണ്ടതും അത് നമ്മൾ തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ വേനൽക്കാലത്ത് ചൂടുകൊണ്ട് സൂര്യൻ്റെ അഗ്നി പോലുള്ളതായിരിക്കുന്ന കിരണങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ എരിയുന്ന സമയത്ത് സൂര്യൻ എൻ്റെ ദുഃഖ കാരണം എന്ന് പറയാറില്ല. സൂര്യൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ സൺബേൺ ഉണ്ടാവാം. സൂര്യൻ്റെ ചൂട് കൊണ്ട് ഒരു പക്ഷെ നമുക്ക് വിയർത്ത് കുളിച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരിക്കാം. ആ സമയത്ത് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കും, കുട പിടിക്കണമെങ്കിൽ കുട പിടിക്കും, AC ഇടണമെങ്കിൽ AC ഇടും. അങ്ങനെ ഏത് രീതിയിലുള്ളതായിരിക്കുന്ന സൊല്യൂഷൻ അതിന് വേണം. അതിനുള്ളതായിട്ടുള്ള പരിഹാരത്തെ കണ്ടെത്തിക്കൊണ്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ കാലഘട്ടത്തിൽ വിഷമം കൂടാതെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. അല്ലാതെ സൂര്യൻ്റെ ചൂട് കാരണം ഞാൻ വിഷമിച്ചിരിക്കുക എന്ന് പറയാറില്ല. തണുപ്പ് കൊണ്ട് ഞാൻ ആകെ മനോവേദനയിലാണെന്ന് പറയാറില്ല. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടതായിരിക്കുന്ന ചൂട് വസ്ത്രങ്ങൾ എന്തെന്ന് അണിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് കടന്നു പോവാറുണ്ട്. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു നായ നമ്മളെ കടിക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ നായ കടിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദനിച്ചിരിക്കാറില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട വഴി എന്താണെന്ന് നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരത്തിൽ സ്ഥൂലമായിരിക്കുന്ന രീതിയിൽ പ്രാകൃതികമായ തരത്തിൽ എന്ത് അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും നമ്മുടെ മനസ്സിൻ്റെ വേദനയാക്കി എടുക്കാതെ അതിന് ഏത് രീതിയിലുള്ളതായിട്ട് പരിഹാരം കാണണോ ആ പരിഹാരത്തെ കണ്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് ബാഹ്യമായിട്ട് എങ്ങനെ നമ്മൾ എടുക്കുന്നോ അതുപോലെ ആന്തരികമായിക്കൊണ്ടും നമ്മുടെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ രക്ഷിക്കാൻ വേണ്ടി എന്താണെങ്കിൽ ആ ടൈപ്പ് തോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആ ഒരു കാര്യത്തിന് എന്നെ ഉപദ്രവിക്കുന്നവരടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോണെങ്കിൽ മാറിപ്പോവാം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മാറിപ്പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇവരെടുത്ത് വയലൻ്റ് ആയിക്കൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ പ്രതികാരം വീട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്രിയാപ്രതിക്രിയ സിദ്ധാന്തം അനുസരിച്ച് കർമ്മ ഫിലോസഫി അനുസരിച്ച് വീണ്ടും വീണ്ടും അത്തരം സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വേണ്ടി നമ്മുടെ കർമ്മത്തെ നമ്മളെ ഗെയിൻ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമാവണമെന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യം നെഗറ്റീവായിട്ട് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടതായിരിക്കുന്ന പോസിറ്റീവായിരിക്കുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതിനൊപ്പത്തിനൊപ്പം മാനസികമായി കൊണ്ട് ആ പ്രശ്നത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനും നമ്മൾ തയ്യാറായിരിക്കണം. ഒരാൾ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന വാക്കുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊപ്പമാണ് സ്ഥിരമായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലായിട്ടുള്ള മോശമായ എന്തോ കർമ്മം നമ്മുടെ കയ്യിൽ നിന്ന് നിരന്തരമായി സംഭവിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ന് കരുതി വിഷമിക്കുകയല്ല. ഒരാൾ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണോ ഞാൻ മഹാനാത്മ എന്നതായിരിക്കുന്ന സ്വമാനത്തെ നിരന്തരമായിട്ട് അഭ്യസിക്കുന്നുവെങ്കിൽ പബ്ലിക്കായിരിക്കുന്ന സദസ്സിൽ നിങ്ങളെ അപമാനിച്ചാൽ പോലും അതിനെ ചെറുതാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയി അവരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്ത് പോകാൻ സാധിക്കും. ഞാൻ ഈ സന്ദർഭത്തിൽ അഷ്ടാവക്ര മഹർഷിയുടെ കഥ ഓർത്തു പോവുകയാണ്. അഷ്ടാവക്ര മഹർഷി ശരീരത്തിൽ 8 വളവുകളുള്ളത് കൊണ്ട് വിരൂപനായി എല്ലാവരും പരിഹസിക്കുമായിരുന്നു. ഞാൻ ഓർത്തു പോകും, അദ്ദേഹം ഒരിക്കൽ ജനക മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് ചെന്നു. ജനക മഹാരാജാവിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും സദസ്സാണ്. അങ്ങനെ ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് തൻ്റെ വാഗ്മിത്വത്തിന് വേണ്ടി അഥവാ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി സദസ്സിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് കയറി ചെല്ലുന്ന അഷ്ടാവക്ര മുനിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈരൂപ്യത്തെ നോക്കിക്കൊണ്ട്, അതായത് ശരീരത്തിന് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, അവിടേതായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെല്ലാവരും പരസ്പരം നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അഷ്ടാവക്ര മഹർഷി രാജാവിൻ്റെ സദസ്സിലേക്ക് ചെന്നു. രാജാവ് അദ്ദേഹത്തിന് ആദരിച്ച സമയത്ത് പറയുകയാണ്, രാജൻ, ഞാൻ കേട്ടത് ജനക മഹാരാജാവിൻ്റെ സദസ്സിലെല്ലാം പണ്ഡിതന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെന്നാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ കാണുന്നത് ഇറച്ചി വെട്ടുകാരെയും അതുപോലെ ചെരുപ്പ് കുത്തികളിയാണല്ലോ എന്ന് പറയും, തൊകൽപ്പണിക്കാരെയാണല്ലോ എന്ന് പറയുകയാണ്.
അപ്പോൾ രാജാവ് അത്ഭുതത്തോട് ചോദിക്കും, അങ്ങ് എന്താ പറഞ്ഞത്? ഇറച്ചി വെട്ടുകാരും തൊകൽപ്പണിക്കാരെയാണ് കണ്ടത് എന്നോ? അപ്പോൾ പറയും, അതെ തീർച്ചയായിട്ടും. കാരണം ഇറച്ചി വെട്ടുകാരാണ് ശരീരത്തിൻ്റെ മാംസത്തിനും ഷെയ്പ്പിനും നോക്കുന്നത്, നിറത്തെ നോക്കുന്നത് തൊകൽ പണിക്കാരാണ്. ഇവിടെ വന്ന സമയത്ത് ഈ മാംസത്തെ നോക്കിയിട്ടും തൊലിയുടെ നിറം നോക്കിയിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അന്യോന്യം പരസ്പരം നോക്കി ചിരിക്കുന്നതും പരിഹസിക്കുന്നതും കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് ഉറപ്പായിപ്പോയി, തൊകൽ പണിക്കാരും ഇറച്ചി വെട്ടുകാരുമാണ് ഈ സദസ്സിലിരിക്കുന്നത് എന്ന്. അപ്പോൾ നോക്കൂ, തൻ്റെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഹൈറ്റ്സ് എത്രയാണെന്ന്. ശരീരത്തിന് പല വളവുകൾ കൊണ്ടതായിട്ടുള്ള വിരൂപമായിരിക്കുന്ന രൂപമാണ്. തൊലി നിറം ഒട്ടും ആകർഷകമല്ലാത്ത രൂപമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം, പാണ്ഡിത്യം അഥവാ ആത്മ അഭിമാനി സ്ഥിതി എന്നതിനെ പറയാം. സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഹയസ്റ്റ് സ്റ്റേജ്. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തല താണുപോയി അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുന്നിൽ, ജ്ഞാനത്തിൻ്റെ മുന്നിൽ. ജനക മഹാരാജാവ് പോലും ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് നമ്മുടെ പുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ആർക്കും വേണ്ടി എഴുതിയ കഥയല്ല, നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കഥയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ തൊലി നിറത്തിൻ്റെ പേരിൽ അഥവാ ശരീരത്തിൻ്റെ ആകൃതിയുടെ പേരിൽ, ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വിരൂപത്തിൻ്റെ കുരൂപത്തിൻ്റെ അഥവാ സൗകുമാര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് ആകർഷണം ഉണ്ടെങ്കിലും വികർഷണം ഉണ്ടെങ്കിലും അത് രണ്ടും ഇറച്ചി വെട്ടുകാരുടെയും അല്ലെങ്കിൽ തൊകൽപ്പണിക്കാരുടെയാണ്. അതല്ല നിങ്ങളുടെ ശാരീരികമായ ക്ഷമതയുടെ പേരിൽ, നിങ്ങളുടെ ആത്മാവിൻ്റെ കലകളുടെ പേരിലാണ് പരിഹസിക്കുന്നതെങ്കിൽ ആ ഗുണം അവർക്ക് കിട്ടാനുള്ളതായിരിക്കുന്ന മോഹം കൊണ്ട് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയാറില്ലേ, അതുകൊണ്ടായിരിക്കാം അവർ പരിഹസിക്കുന്നത്. അതുകൊണ്ട് സമയോചിതമായിക്കൊണ്ട് ഒരാളെ നിങ്ങളെ മോശമാക്കുന്നെങ്കിൽ ഞാൻ മഹാനാത്മാ എന്ന് ചിന്തിക്കൂ. ഒരാൾ നിങ്ങളുടെ കഴിവിനെ കുത്തി പറയുന്നെങ്കിൽ ഭഗവാനെ അവർക്ക് കൂടി ആ ഗുണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. സമയോചിതമായിരിക്കുന്ന പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് റിയാക്റ്റീവ് ആവാതെ അതിനെ പോസിറ്റീവായിരിക്കുന്ന ഒരു രീതിയിൽ അതിന് വേണ്ട ഒരു പ്രതികരണം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭം അധികം വൈകാതെ നമ്മുടെ ജീവിതത്തിന് കടന്നു പോകും. നമ്മുടെ ചോയ്സാണ്. വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് കടന്നു പോകാം നമുക്ക്, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നമുക്ക് കടന്നു പോവാം. ചിരിക്കണോ കരയണോ അത് നമ്മുടെ കയ്യിലുള്ള ഫ്രീഡാണ്. ചിരിച്ചുകൊണ്ടാണെങ്കിൽ വളരെ വേഗം കടന്നു പോകും, കരഞ്ഞുകൊണ്ടാണെങ്കിൽ പതുക്കെ കടന്നു പോകും. അത് നമ്മുടെ കർമ്മക്കണക്കിൻ്റെ ഊർജത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ കടന്നു പോയിക്കൊണ്ട് അതെല്ലാം നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്താൽ അധികം വൈകാതെ കർമ്മക്കണക്ക് തീരുന്ന സമയം ചിലപ്പോൾ ചില റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട പോലെ ചില ആളുകൾ നമ്മളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യേണ്ടായിരുന്ന ആളുകൾ ചില സന്ദർഭത്തിൽ ജീവിതത്തിൽ അങ്ങ് അകന്നു പോയി കഴിയുമ്പോൾ അവരെവിടേക്കാണോ പോയത് എന്ന് പോലും അറിയാത്ത രീതിയിൽ അകന്നു പോകുന്ന പല ബന്ധങ്ങളെയും നമുക്കറിയാം. ചില ബന്ധങ്ങൾ ചില നിമിഷങ്ങൾ ഒരു മാറ്റം കൊണ്ട് അന്ന് വരെ നമ്മുടെ ശത്രുവായിട്ട് പെരുമാറിയവർ നമ്മുടെ എല്ലാം ആകുന്ന രക്ഷകരാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. എല്ലാത്തിൻ്റെ ആധാരം നമ്മുടെ ആ കർമ്മത്തിൻ്റെ കണക്ക് അവിടെ അവസാനിക്കുന്നതാണ്. അവസാനിപ്പിക്കാൻ എത്ര വേഗം തീർക്കണോ, എത്ര നല്ല രീതിയിൽ തീർക്കണോ, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹനം മറ്റൊരാൾക്കും വേണ്ടിയല്ല, സഹനം അതെനിക്ക് വേണ്ടിയാണ്. സഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉള്ളിലൊതുക്കി അതിനെ അമർത്തി വെച്ചുകൊണ്ട് കഷ്ടപ്പെടുക എന്നുള്ളതല്ല. സഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. തിന്മ ചെയ്യുന്നവർക്ക് കൂടി നന്മയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മുടെ സഹനമാണെങ്കിൽ എല്ലാ സഹനങ്ങളും നമ്മൾ പറയില്ലേ, പഴുക്കുമ്പോൾ കുറച്ച് കാത്തിരിപ്പിൻ്റെ ഫലം മാധുര്യമാണെന്ന്. അത്തരത്തിൽ മാറിക്കിട്ടുന്ന ബന്ധങ്ങൾ അഥവാ ഇന്നലെ ഉപദ്രവിച്ച ബന്ധം ഇന്ന് നന്മയിലേക്ക് മാറിക്കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് വീർപ്പുമുട്ടൽ നമുക്ക് തോന്നിപ്പോവും. അത്ര സ്നേഹം കൊണ്ട് ഒരു മൂടും. അതുകൊണ്ട് ആ നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും സുന്ദരമായ മാധുര്യങ്ങളിലേക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.